എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇഞ്ചിയൊക്കെ നടാനുള്ള സമയമാണ്. അപ്പൊ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നമുക്ക് ഇഞ്ചി നട്ടുകൊടുക്കാം. ഇടമഴകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ മഴ വരുമ്പോഴത്തേനും ഇഞ്ചി തൈക്ക് ഒരുവിധം വലുതായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് നടണ്ടേന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോ നടാൻ പോണത് എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാല് ഇഞ്ചിയൊക്കെ നടണം, ഇഞ്ചി മഞ്ഞളൊക്കെ നടണ ബാഗാണ്. നമുക്ക് കഴിഞ്ഞ വർഷവും ഇഞ്ചി നട്ടിരുന്ന ബാഗാണ്. അതിപ്പോ ഈ വർഷവും കണ്ട ഇത് ഒരുപാട് നാള് നിൽക്കും. അപ്പൊ ഈ ബാഗ് എന്ന് പറഞ്ഞാൽ കണ്ട നമുക്ക് ഇതിന് ഹോളൊക്കെ ഉണ്ട്. അപ്പൊ ഹോള് ഇട്ട് കൊടുക്കും, വേറെ ഹോളിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ബാഗിൽ നട്ടേനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഈ ബാഗിലോട്ട് കരിയിൽ ഇട്ട് കൊടുക്കാം. കരിയില നന്നായിട്ട് ഇട്ട് കൊടുക്കാം അടിയിൽ. കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇതേപോലെ ഇത്രയും കരിയിൽ ഇപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കരിയിൽ ഇട്ട് കൊടുക്കണത് എന്താന്ന് വെച്ചാൽ വെള്ളം വാർന്ന് പോകാനും പിന്നെ ഇത് പൊടിന് വളമായിക്കോളുമല്ലോ. പിന്നെ നമുക്ക് ഇനി മണ്ണാണ്. അപ്പൊ ഈ മണ്ണിൽ നമ്മൾ ചാരം, ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ കുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണ മണ്ണാണ്. അതിങ്ങനെ മണ്ണ് മിക്സ് ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇടാല. അപ്പൊ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. കണ്ട നമുക്ക് ഇതേപോലെ ചാരമൊക്കെ ഇഞ്ചിക്കൊക്കെ കുഴപ്പമില്ല, നമുക്ക് ഇട്ട് കൊടുക്കാട്ടോ. ഇഞ്ചി പ്രത്യേകിച്ച് ഇഞ്ചിക്ക് വന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അഴുകൽ രോഗങ്ങളൊക്കെയാണ്. അപ്പൊ ഇഞ്ചി നമ്മ നടുമ്പോ ഇഞ്ചിയുടെ വിത്ത് സൂഡോമോണസിലൊക്കെ ഇട്ട് വച്ചിട്ട് വേണം നടാനായിട്ട്. പിന്നെ നമുക്ക് സൂഡോമോണസ് 2 ആഴ്ചയിൽ ഒരിക്കല് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ട്രൈക്കോഡെർമ ചേർത്ത ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താല് നല്ലതാണ്. വാട്ടരോഗങ്ങളൊന്നും വരൂല. ട്രൈക്കോഡെർമ ചേർത്ത് കൊടുത്താലും മതി കേട്ടാ. നമ്മ നടുമ്പോ അടിയിൽ ട്രൈക്കോഡെർമ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നീട് അതിൽ നമുക്ക് മേടിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ട ഇനിയിപ്പൊ ഇഞ്ചി വലുതാവുമ്പോ കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മ ഇത്രയും മണ്ണ് ഇട്ടാ മതി. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇനി മണ്ണ് മുളച്ച് വരുമ്പോ നമുക്ക് കുറച്ച് മണ്ണും വളവും കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിപ്പോ നട്ട് കൊടുക്കണ്ട. ഈ ബാഗിൽ നമുക്ക് ഒരുപാട് ഇഞ്ചി നടാൻ നന്നായിട്ട് ഇഷ്ടം പോലെ കിലോ കണക്കിന് നമുക്ക് ഇഞ്ചി ഈ ബാഗിൽ നിന്ന് പറിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടി എന്തായാലും നമുക്ക് മുകളിൽ ഇട്ട് കൊടുത്തേക്കാം. ചാണകപ്പൊടിയൊക്കെ എന്തോരം ഇട്ടാലും നല്ലതാണ് കേട്ടാ. നമുക്ക് ചാണകപ്പൊടി, ആട്ടും കാഷ്ടം തുടങ്ങിയത് അതൊക്കെ എന്തോരം തന്നെ നമ്മ ജൈവവളം ചേർത്ത് കൊടുക്കണോ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഇതാണിട്ട് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ നമുക്ക് ഇഞ്ചി വിത്തുകളാണ്. സൂഡോമോണസിലൊക്കെ മുക്കി ഉടക്കി വെച്ചേക്കണതാണ്. അപ്പൊ നമുക്ക് നല്ല ഉൽപാദന ശേഷിയുള്ള ഇഞ്ചിയുടെ വെറൈറ്റി കണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടും. ഇത്രയുള്ള ഇഞ്ചി ഒന്നും നട്ടില്ല കേട്ടോ. നമ്മ പീസാക്കി ചെറിയ പീസ് നട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇനി നട്ടുകൊടുക്കാം. നമുക്ക് ഇഞ്ചി വിത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചാണകപ്പൊടിയൊക്കെ കലർന്ന മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്നൊരു കൊച്ചു പീസ് എടുത്താൽ മതി. ഇത്ര ഉള്ള പീസ് എടുത്താൽ മതി കേട്ടാ. ഇത് ഇഷ്ടം പോലെ മുളകള് വന്നോളൂ. കണ്ട ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നട്ടുകൊടുക്കാം.
ഇതേപോലെ കണ്ട നട്ടുകഴിഞ്ഞ് മുളച്ചിങ്ങനെ മുള പൊന്തി വരുമ്പോ നമുക്ക് കുറച്ച് മണ്ണും വളവും കൂടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരൂല. ഇത്ര ഇഞ്ചി നട്ടാൽ മതി, കാരണം ഇനി ഇത് ഇഞ്ചി ഉണ്ടാവണ്ടേ നമുക്ക്. അതുകൊണ്ട് ഇത്ര ഇഞ്ചി ഇട്ടാൽ മതി. ഇത് തന്നെ നട്ടേന് നമ്മുടെ ഒരു കൊല്ലത്തേക്കുള്ള ഇഞ്ചി നമുക്ക് കിട്ടും. നമുക്ക് ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് വിളവെടുക്കണ്ട, നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതി ഇഞ്ചിയൊക്കെ. ഇനി നമുക്ക് നന്നായിട്ട് പൊതി ഇട്ട് കൊടുക്കണം. ഇഞ്ചിക്ക് പൊതി ഇട്ട് കൊടുക്കണം ഏറ്റവും നല്ലതാണ്. അപ്പൊ പൊതി എല്ലാത്തിനും ഇടണം, പക്ഷെ ഇഞ്ചിക്ക് എന്തായാലും പൊതി ഇട്ട് കൊടുക്കണം. കണ്ട നമ്മ എപ്പോഴെപ്പോഴും നനക്കൊന്നും ചെയ്യണ്ടിനി, നട്ട് വെച്ചിട്ട് നമ്മ ഇപ്പൊ നനക്ക. പിന്നെ ആഴ്ചയില് ഒരു ദിവസമൊക്കെ നനച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം കുടിക്കഴിഞ്ഞ് ഇഞ്ചിയുടെ പീസ് ചീനൊക്കെ പോകും. നമ്മ അധികം നനക്കൊന്നും ചെയ്യണ്ട. പിന്നെ ഇഞ്ചി നമുക്ക് അധികം വെയിൽ വേണമെന്നില്ല, ഇടവിളയായിട്ടും ചെയ്യാൻ പറ്റിയതാണ്. നല്ല വെയില് ഇല്ലെങ്കിലും ഇഞ്ചി നമുക്ക് നടാം. ഇനി നമുക്ക് നനച്ചു കൊടുക്കാം. കണ്ട ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം നനക്കുമ്പോ നമ്മ നന്നായിട്ട് തന്നെ നനക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുത്താൽ മതി. അപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മ ഇഞ്ചി നടാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും ഇഞ്ചി. മഞ്ഞൾ പോലെ അല്ല. അപ്പൊ നമ്മ എപ്പോഴും ഇഞ്ചി നടാനൊക്കെ നമുക്ക് നല്ല വീട്ടാവശ്യത്തിനൊക്കെ നമ്മ നടാൻ നല്ലത് ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബാഗുകളിലൊക്കെ നടലാൻ നല്ലത്. എന്നാ മാത്രമേ നമുക്ക് ഈ ഇഞ്ചി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പൊ നമുക്ക് വലിയ പരിചരണങ്ങൾ ബാഗിലൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ പരിചരണങ്ങൾ വേണ്ട. നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും മാറ്റിയൊക്കെ വെക്കുകയും ചെയ്യാം. അപ്പൊ മഴയൊക്കെ കൂടുതലാകുമ്പോഴും നമുക്ക് മാറ്റിയൊക്കെ വെക്കുകയും ചെയ്യാം. അപ്പം നമ്മ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല ഇഞ്ചി കിട്ടണമെങ്കിൽ നമ്മ വീട്ടിൽ കൃഷി തന്നെ ചെയ്യണം. ഇപ്പൊ ഈ അടുത്തൊക്കെ ഇഞ്ചിക്കൊക്കെ നല്ല വില വന്നതാണ്. വില മാത്രമല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. നമുക്ക് ഇഞ്ചിയൊക്കെ നടുമാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് വിളവെടുക്കണ്ട, നമ്മുടെ ആവശ്യത്തിന് മാത്രം അപ്പപ്പോ പോയി നമുക്ക് ഒരേ പീസൊക്കെ എടുക്കാം. പിന്നെ ഒന്നിച്ച് വിളവെടുക്കണം എന്നുണ്ടെങ്കിൽ ഇലയൊക്കെ ഉണങ്ങി പോണ ടൈമിൽ നമുക്ക് ഒന്നിച്ചും വിളവെടുക്കാം. അപ്പൊ എല്ലാവരും ഇഞ്ചിയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.